ഹായ്, എല്ലാവർക്കും സൈനം പി എസ് സിയുടെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലോട്ട് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പഠനമെല്ലാം നന്നായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ് നമുക്ക് പഠിച്ചിട്ട് പോകാനുള്ളത്. ഒന്ന്, 2024 നടന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഒപ്പം 2024 ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു രണ്ട് കാര്യങ്ങളായിരുന്നു നമുക്ക് ചെസ്സിൽ സംഭവിച്ചു അല്ലെ. ഒന്ന്, 2024 നടന്ന ബുഡാപെസ്റ്റിൽ നടന്ന വേൾഡ് ചെസ് ഒളിമ്പിയാഡും, മറ്റൊന്ന് നമ്മുടെ സിംഗപ്പൂരിൽ നടന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് എന്ത് ചെയ്യാം, നമുക്ക് ചെസ് ഒന്ന് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ട് പോകാം. ഓക്കെ, അപ്പൊ അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തി ആര് എന്നുള്ളതായിരിക്കും നമുക്ക് വരുന്ന ഒരു ചോദ്യം. നമുക്കറിയാം, അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെയാണ് തിരഞ്ഞെടുത്തത് അല്ലെ. നമുക്കറിയാം, 45ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിലും ട്രംപ് ഏട്ടനായിരുന്നു. പി എസ് സിക്ക് ഒരു ചോദ്യമുണ്ട്, തുടർച്ചയായിട്ടല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വ്യക്തിയും കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് അല്ലെ. 130 വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയും കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. സ്വാഭാവികമായിട്ട് നമ്മളോട് ചോദിക്കാം അല്ലെ. തുടർച്ചയായി അല്ലാതെ ആദ്യം എത്തിയത് സ്റ്റീഫൻ ഗ്രോവർ ക്ലീവ്ലാൻഡ് എന്ന് പറഞ്ഞ US പ്രസിഡന്റ് ആണ്. സ്റ്റീഫൻ ഗ്രോവർ ആണേ. സ്റ്റീഫൻ ഗ്രോവർ ക്ലീവ്ലാൻഡ്, നൈസ് നെയിം അല്ലെ. അപ്പൊ സ്റ്റീഫൻ ഗ്രോവർ ക്ലീവ്ലാൻഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിനു മുമ്പ് ട്രംപിന് മുമ്പ് എന്ത് ചെയ്യുന്നത്, തുടർച്ചയായിട്ടല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശേഷം 130 വർഷങ്ങൾക്ക് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അല്ലെ. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയി. ആരാണ് വൈസ് പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ JD വാൻസ് ആണ്. ഒരുപക്ഷെ നമ്മളോട് വൈസ് പ്രസിഡന്റ് ആരെന്ന് പറഞ്ഞാൽ ചോദിക്കാം, JD വാൻസ് ആണ്. ഇനി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആകാൻ പോകുന്നത് JD വാൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം 4 വർഷത്തിൽ ഒരിക്കലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലെ. PS ചോദിച്ചിട്ടുള്ളതാണ്, എത്ര വർഷത്തിൽ ഒരിക്കലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്ര വർഷത്തിൽ ഒരിക്കലാണ്? 4 വർഷത്തിൽ ഒരിക്കലാണ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ മാസം 5-ാം തീയതി ആയിരുന്നു. 2024 നവംബർ മാസം 5-ാം തീയതി ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ നമ്മളോട് ചോദിക്കാം, ഡൊണാൾഡ് ട്രംപ് ഏത് പാർട്ടിക്കാരനെന്ന് ചോദിക്കാം. അദ്ദേഹത്തിനെതിരെ പ്രധാനമായിട്ട് മത്സരിച്ച എതിർ സ്ഥാനാർത്ഥിയായിരുന്നു കമലാ ഹാരിസ്. കമലാ ഹാരിസിന്റെ പാർട്ടി ചോദിക്കാം, പാർട്ടിയുടെ ചിഹ്നം ഏത് എന്ന് വേണമെങ്കിലും PS നമ്മളോട് ചോദിക്കാവുന്നതാണ് അല്ലെ. നോക്കിയോ, ഡൊണാൾഡ് ട്രംപേട്ടന്റെ പാർട്ടിയായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി അല്ലെ. ട്രംപിന്റെ പാർട്ടിയായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം നമുക്കറിയാം, ആന എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം അല്ലെ. നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് കൊണ്ടുപോകാം. ഒന്ന്, ആനയുടെ തുമ്പിക്കൈ അല്ലെ. ട്രംപറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട്, ആനയുടെ തുമ്പിക്കൈ. പോരാഞ്ഞിട്ട് ട്രംപിന്റെ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. അത് ആനയുടെ തുമ്പിക്കൈ പോലെ ഇല്ലടാ, നോക്കിക്കേ ട്രംപ് അല്ലെ. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് ഡൊണാൾഡ് ട്രംപ്, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. പാർട്ടിയുടെ ചിഹ്നം അറിഞ്ഞിരിക്കുക, ആന എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ചോദിക്കാം, ഒരു മാർക്കിനാണെങ്കിൽ ചോദിക്കാം. ഓപ്പോസിറ്റ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കമലാ ഹാരിസ് അല്ലെ. കമലാ ഹാരിസിന്റെ ചോദിക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം അറിഞ്ഞിരിക്കുക. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം ഡോങ്കി ആണ് അല്ലെ. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം അല്ലെ ഡെമോ ഡോങ്കി എന്നറിഞ്ഞിരിക്കുക. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ കഴുതയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചിഹ്നം ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ആനയാണ്. ഇതിനേക്കാളും വലിയൊരു മറ്റൊരു കാര്യം, 2024 നവംബറിൽ ഇലക്ഷനിൽ എന്ത് ചെയ്യാണ്, ട്രംപുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നായിരുന്നു അല്ലെ. ഡൊണാൾഡ് ട്രംപ് പെൻസിൽവേനിയയിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹത്തിന് വെടിയേൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിനെതിരെ വധശ്രമം ഉണ്ടായി എന്നാണ് പറയുന്നത്. അതിലൊന്ന് ഈ പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പിലാണ് അല്ലെ. സ്വാഭാവികമായിട്ട് ചോദിക്കാം, പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പിനിടയിൽ ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച 20 വയസ്സുകാരൻ ആര് എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം അല്ലെ. ആ 20 വയസ്സുകാരന്റെ പേരാണ് തോമസ് മാത്യു ക്യൂക്സ് എന്നാണ്. 2024 ജൂലൈ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിയുതിർത്ത് നടത്തിയ 20 വയസ്സുകാരനായിരുന്നു തോമസ് മാത്യു ക്യൂക്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. തോമസ് മാത്യു ക്യൂക്സ് ആണ്. ഓക്കെ,
സോ അദ്ദേഹത്തിന് ആ ടൈമിൽ തന്നെ അംഗരക്ഷകർ എന്ത് ചെയ്യാണ്, വെടിവെച്ചിരിക്കുകയാണ്. തോമസ് മാത്യു ഹ്യൂഗ്സിനെ വെടിവെച്ചിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ വെടിവെച്ചിരിക്കുകയാണ് അല്ലേ. തോമസ് മാത്യു ഹ്യൂഗ്സ് പിന്നീട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഏതാണ്, ട്രംപേട്ടന്റെ പാർട്ടിയായിരുന്നു, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്നു. തോമസ് മാത്യു ഹ്യൂഗ്സ് എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്നു അല്ലേ. അപ്പൊ തോമസ് മാത്യു ഹ്യൂഗ്സ് ആണ് അദ്ദേഹത്തിനെതിരെ വെടിവെച്ച്. ഒന്ന് പേരെന്ന് ഓർത്തിരിക്കുക. വേണമെങ്കിൽ PSC കാര്യം അറിയാലോ, ഏത് വകുപ്പിലാണെങ്കിലും നമ്മളോട് ചോദ്യങ്ങൾ വരാം അല്ലേ. സോ 4 അമേരിക്കൻ പ്രസിഡന്റുമാരാണ്, വെടിയേറ്റ് മരിച്ച 4 അമേരിക്കൻ പ്രസിഡന്റുമാരുണ്ട്. 4 വർഷത്തിൽ ഒരിക്കലാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നു അല്ലേ. 4 അമേരിക്കൻ പ്രസിഡന്റുമാരെ വെടിയേറ്റ് മരിച്ചായിരുന്നു അല്ലേ. ആരൊക്കെ? എബ്രഹാം ലിങ്കൻ, വില്യം മാക്കിൻലി, പിന്നെ നമ്മുടെ ജെയിംസ് എ ഗാർഫീൽഡ്, പിന്നെ ഒന്ന് ജോൺ എഫ് കെന്നഡി അല്ലെ. എബ്രഹാം ലിങ്കൻ, ജെയിംസ് എ ഗാർഫീൽഡ്, വില്യം മാക്കിൻലി, ജോൺ എഫ് കെന്നഡി, അങ്ങനെ 4 പേര് എന്ത് ചെയ്യാണ്, വെടിയേറ്റ് എടുത്ത അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്നു. അങ്ങനെ 4 പേര് വെടിയേറ്റ് മരിച്ച അമേരിക്കൻ പ്രസിഡന്റുമാരാണ്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഡൊണാൾഡ് ട്രംപിന്റെ കാര്യമാണ്. പോരാഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ്. ചിഹ്നം ഏതായിരുന്നു? റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി, അവരുടെ ചിഹ്നം ഏതെന്ന് ചോദിക്കാം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചിഹ്നം ഏതെന്ന് ചോദിക്കാം. ഡൊണാൾഡ് ട്രംപ് 2025 ജാനുവരി മാസം 20-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, അധികാരം ഏൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ വർഷം 2025 ജാനുവരി മാസം 20-ാം തീയതിയാണ് അധികാരം ഏൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 45ാമത് ചെസ് ഒളിമ്പിയാഡും ലോക ചെസ് ചാമ്പ്യൻഷിപ്പും. ഇത് രണ്ടും മാറിപ്പോരുത്. ഈ ഒളിമ്പിയാഡ്, ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്നതാണ്. അങ്ങനെ ചിന്തിച്ചാൽ പോരെ, ഒന്നിൽ കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കുന്നതാണ് നമുക്ക് ഒളിമ്പിയാഡ്, ഒളിമ്പിക്സ് എന്നൊക്കെ പറയുന്നത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത 2 പേരാണ്, രണ്ടും മാറിപ്പോയത്. 2024 ലോക ചെസ് ഒളിമ്പിയാഡ്, 45ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു. 2024 സെപ്റ്റംബർ 10 മുതൽ 23 വരെയായിരുന്നു 45ാമത് വേൾഡ് ചെസ് ഒളിമ്പിയാഡ് നടന്നു എന്നുള്ളതായിരുന്നു. ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു. 44ാമത് ചെസ് ഒളിമ്പിയാഡ് നടത്തിയിരുന്നതും ഇന്ത്യയിലായിരുന്നു. ഇന്ത്യയിലെ മഹാബലിപുരത്തായിരുന്നു 44ാമത് ചെസ് ഒളിമ്പിയാഡ് നടത്തിയിരുന്നത് അല്ലെ. ഇത് 45ാമത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നമ്മൾ നടത്തി. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ തന്നെയാണ് വിജയിച്ചത് എന്നുള്ളതാണ് പ്രധാനം. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ രാജ്യം ഏതാ? അത് ഇന്ത്യയാണ്. ഇനി ഇന്ത്യയുടെ വ്യക്തിഗത ചാമ്പ്യന്മാർ ആര് എന്നുള്ളതാണ്. ഈ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയതിൽ വ്യക്തിഗത ചാമ്പ്യന്മാർ ആര് എന്ന് ചോദിക്കണമെങ്കിൽ അതിലൊന്ന് ഡി ഗുഗേഷ്, മറ്റൊന്ന് അർജുൻ എർഗേസി. വനിതകളിൽ 2 പേരുണ്ട്, ദിവ്യ ദേശ്മുഖ്. PSC ചോദിച്ചതാണ് ദിവ്യ ദേശ്മുഖിനെ. മറ്റൊന്ന് വന്ദിക അഗർവാളാണ്. എടാ ഒരു പക്ഷെ പേര് തന്നതിന് ശേഷം ഇവർ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം PSC. അപ്പൊ ഡി ഗുഗേഷ്, അർജുൻ എർഗേസി, ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാള് ഇവരെല്ലാം ചെസ്സാണ്. സോ പുരുഷ വിഭാഗത്തിൽ നമ്മൾ ഒരു കളി പോലും തോക്കാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെസ് ഒളിമ്പിയാഡ് നേടുന്നത്. വനിതയിൽ നമ്മൾ ഒരു കളി എന്തോ തോറ്റു എന്നുള്ളതാണ് ഉള്ളത്. ഒരു കളിയാണ് നമ്മൾ തോറ്റായിരുന്നു. ഓക്കെ, എന്നായിരുന്നാലും ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയ രാജ്യം ഏത് തന്നെയാണ്? ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഓർത്തിരിക്കുക. ഇതിൽ ആരൊക്കെ മത്സരിച്ചു എന്നുള്ളത്. ഇന്ത്യൻ ടീമിൽ ഓപ്പൺ വിഭാഗത്തിൽ നോക്കിയോ, ഡി ഗുഗേഷ് അല്ലെ, ദൊമ്മരാജു ഗുഗേഷ് നമ്മൾ ചർച്ച ചെയ്യപ്പെടും. അർജുൻ എർഗേസി ചർച്ച ചെയ്യപ്പെടണം. ആർ പ്രഗ്യാനന്ദ അല്ലെ, രമേശ് ബാബു പ്രഗ്യാനന്ദ, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. ഓർത്ത് വെച്ചോളുക, ഇവരെല്ലാം ചെസ് താരങ്ങളാണ്. ഡി ഗുഗേഷ്, അർജുൻ എർഗേസി, ആർ പ്രഗ്യാനന്ദ, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. പോരാഞ്ഞിട്ട് ടി ഹരിക വനിതാ വിഭാഗത്തിലാണ്. ആർ വൈശാലി അല്ലെ, ആർ പ്രഗ്യാനന്ദയുടെ സഹോദരിയാണ് ആർ വൈശാലി. അർജുന അവാർഡ് ലഭിക്കുന്ന സഹോദരങ്ങളാണ് ആർ പ്രഗ്യാനന്ദയും ആർ വൈശാലി. ഒന്ന് ഓർത്ത് വെച്ചോളുക കേട്ടോ. അർജുന അവാർഡ് ലഭിക്കുന്ന സഹോദരങ്ങളാണ് ആർ പ്രഗ്യാനന്ദയും ആർ വൈശാലിയും. 2024 അർജുന അവാർഡ് നമ്മൾ 2025 കൊടുത്തായിരുന്നു. ആ 2024 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് കമന്റ് ചെയ്യിക്കാം. ഓക്കെ, മലയാളി ആരാണെന്നുള്ളത്. പിന്നെ വനിതാ വിഭാഗത്തിൽ ദിവ്യ ദേശ്മുഖ്, വന്ദിക അഗർവാൾ, താനിയ സച്ദേവ്. പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇവർ ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരാം.
അങ്ങനെ ഇന്ത്യൻ ടീമിൽ എവരൊക്കെയായിരുന്നു മത്സരിച്ചു. അങ്ങനെ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നമ്മൾ വിജയിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ഒന്നാം സ്ഥാനം സ്വർണം ആര് നേടി? ഇന്ത്യ നേടി. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണം നമ്മൾ ഇങ്ങ് നേടി അല്ലേ. പുരുഷ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം അമേരിക്കയും മൂന്നാം സ്ഥാനം ഉസ്ബെക്കിസ്ഥാനുമായിരുന്നു. നമുക്ക് പ്രധാനം ഒന്നാം സ്ഥാനം ആയതുകൊണ്ട് പിന്നെ നോക്കണ്ട, PS ചോദിക്കും. 2024 നടന്ന 45ാമത് വേൾഡ് ചെസ് ഒളിമ്പിയാഡിൽ സ്വർണം നേടിയ രാജ്യം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യ തന്നെയാണ്. ചെസ് ഒളിമ്പിയാഡ് എന്ന് കേൾക്കുമ്പോൾ അല്ലെ ഒളിമ്പിക്സിൽ നമ്മൾ സ്വർണ്ണമൊന്നും നേടിയില്ലല്ലോ ഇപ്രാവശ്യം അങ്ങനെയൊന്നും പറഞ്ഞിരുന്ന് കളയരുത്. സോ ഇന്ത്യയാണ്. പുരുഷ വിഭാഗത്തിൽ നേടി, വനിതാ വിഭാഗത്തിൽ നമ്മൾ നേടി. അത് വേറെ ഇത് വേറെ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഒളിമ്പിക്സിലും വേറെ, ചെസ് ഒളിമ്പിയാഡ് വേറെ എന്നുള്ളത് ഓർത്ത് വെച്ചുകൊള്ളുക. വനിതാ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനം കസാക്കിസ്ഥാനും അമേരിക്കയുമാണ്. ഇനി നാം നോക്കിക്കോ, 46ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി താഷ്കെൻഡിലാണ്. 2026 നടക്കുന്ന 46ാമത് ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? താഷ്കെൻഡിലാണ്. ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ താഷ്കെൻഡിലാണ്. 2026 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു, ആ കാര്യം ഒന്നുകൂടി പറയുന്നു. നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് മെമ്മോ ഇരിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കണം 2025. അപ്പൊ ഇത് ചെസ് ഒളിമ്പിയാഡാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. അതിന് ഒരു കാര്യം പറഞ്ഞുതരാം. 2023 ലോക ചെസ് ചാമ്പ്യനും 2023 ലോക ചെസ് ചാമ്പ്യനും 2024 നടന്ന കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ വിജയിക്കുന്ന വ്യക്തിയും തമ്മിലാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടുന്നത്. നമ്മളോട് ചോദിച്ചില്ലേ എൽഡിക്ക്? തിരുവനന്തപുരം ജില്ലയ്ക്കാണെന്ന് തോന്നുന്നു. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ വ്യക്തി ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ആരായിരുന്നു? ഡി ഗുഗേഷ് ആയിരുന്നു. ഡി ഗുഗേഷും ഡിങ് ലിറനും 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റുമുട്ടി. എവിടെയായിരുന്നു ആ വേദി? സിംഗപ്പൂരായിരുന്നു വേദി അല്ലെ? സിംഗപ്പൂരായിരുന്നു. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ സിംഗപ്പൂരിലായിരുന്നു. ചെസ് ഒളിമ്പിയാഡിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിലായിരുന്നു. രണ്ടും മാറിപ്പോരുത്. 2024 നവംബർ 25 മുതൽ ഡിസംബർ 13 വരെയായിരുന്നു എന്ത് നടത്തിയത്? നമ്മൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നടത്തി എന്നുള്ളതായിരുന്നു അല്ലെ. ഇതാ നോക്കിക്കോ, ആരാണ് വിജയി എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആരാണ് 2024 ലോക ചെസ് ചാമ്പ്യൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡി ഗുഗേഷ് ആണ്. 18ാമത് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് നടന്നു. ലോക ചെസ് ചാമ്പ്യൻ ആകുന്നു 18ാമത്തെ വയസ്സിൽ അല്ലെ. 18ാമത് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു നടന്നത്. 18ാമതായിരുന്നു പുള്ളിക്കും കിട്ടിയത്. 18ാമത്തെ വയസ്സിലും കിട്ടി എന്നുള്ളതാണ് അല്ലെ. ലോക ചെസ് ചാമ്പ്യനാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ലോക ചെസ് ചാമ്പ്യനാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും ഇന്ത്യക്കാരനും ഈ വ്യക്തി തന്നെയാണ്. ആരുടെ? ഡി ഗുഗേഷ് ആണ് അല്ലെ. ഡി ഗുഗേഷ് ഏത് സംസ്ഥാനമാണ്? തമിഴ്നാടാണ്. 18ാമത്തെ വയസ്സിൽ അല്ലെ. തമിഴ്നാട് സർക്കാർ 5 കോടിയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. 5 കോടി ആലോചിച്ച് നോക്കൂ. പോരാഞ്ഞിട്ട് 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്നു. അതും 18ാമത്തെ വയസ്സിൽ 4 പേർക്ക് ലഭിച്ചു. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം അല്ലെ. ഡി ഗുഗേഷ്, മനു ഭാക്കർ, അന്ന് ഹർമൻപ്രീത് സിംഗ്, മറ്റൊന്ന് പ്രവീൺ കുമാർ, പാര അത്ലറ്റിക് ആണ്. പ്രവീൺ കുമാർ നമുക്ക് പുരസ്കാരം നമുക്ക് പിന്നെ നോക്കാം. 2024 ഡി ഗുഗേഷ് ലഭിക്കുന്നു. അപ്പോൾ ഇനി മുതൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. രാജീവ് ഗാന്ധി അല്ലെങ്കിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ കൂടിയായി ആര് മാറി? ഡി ഗുഗേഷ് ആയി. അതിനു മുമ്പ് ആരെ എന്ന് മനസ്സിൽ വന്നതാണ്. സോ അഭിനവ് ബൃന്ദ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഷൂട്ടിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ സ്വർണം നേടിത്തന്ന താരം കൂടിയായിരുന്നു അഭിനവ് ബൃന്ദ. സോ അദ്ദേഹമായിരുന്നു അതുവരെ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ലഭിച്ചത്. ഇനി ആരായി? ഡി ഗുഗേഷ് ആണ്. അപ്പൊ 2024 ലോക ചെസ് ചാമ്പ്യൻ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? അത് ഡി ഗുഗേഷ് ആണ്. ലോക ചെസ് ചാമ്പ്യനാകുന്ന 2ാമത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ഡി ഗുഗേഷ്. ആദ്യ ഇന്ത്യക്കാരൻ നമുക്കറിയാം ആരാണ്? വിശ്വനാഥൻ ആനന്ദ്. 2ാമത് ചോദിക്കുകയാണെങ്കിൽ ഡി ഗുഗേഷ് ആണ്. ഇത് രണ്ടും നോക്കി വെച്ചോ.
ആദ്യം ചോദിക്കുകയാണെങ്കിൽ വിശ്വനാഥൻ ആനന്ദ്, രണ്ടാമത് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് അല്ലേ? അപ്പൊ നമ്മളുടെ ഇനി PSCക്ക് ഒരു ചോദ്യം വരാം. ചെസ്സിലെ എലോ റേറ്റിംഗ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ചെസ്സിലെ എലോ റേറ്റിംഗിൽ ചോദ്യം ശ്രദ്ധിക്കുക. ചെസ്സിലെ എലോ റേറ്റിംഗിൽ വിശ്വനാഥ ആനന്ദിന് ശേഷം 2800 പോയിന്റ് കടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ എന്നെങ്ങാനും PSC ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഡി ഗുഗേഷിനെ അടിക്കരുത്. നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ നമ്മൾ പകുതി വായിക്കും അല്ലെ? വിശ്വനാഥ് ആനന്ദിന് ശേഷം ചെസ്സിലെ എന്ന് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ ഓപ്ഷനിൽ എവിടെ ഡി ഗുഗേഷ് തപ്പിപ്പോവും, പിന്നെ അടിച്ചിട്ട് വരും. എക്സാമിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ ഒന്നതാണ്. വിശ്വനാഥ് ആനന്ദിന് ശേഷം ചെസ് എലോ റേറ്റിംഗിൽ 2800 പോയിന്റ് കിടക്കുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അർജുൻ എരിഗേസി ആണ്. ഓർത്തു വെച്ചോളൂ. തെറ്റല്ലേ തെറ്റല്ലേ തെറ്റല്ലേ? വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് എലോ റേറ്റിംഗിൽ 2800 എന്ന കടമ്പ മറികടക്കുന്ന ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ്? അർജുൻ എരിഗേസി ആണ്. അദ്ദേഹം ചെസ്സിൽ എലോ റേറ്റിംഗിൽ 2802.1 പോയിന്റ് നേടി. സോ ഓർത്ത് വെച്ചോളുക. അത് സെർബിയയിൽ നടന്ന യൂറോപ്യൻ ചെസ് ക്ലബിന്റെ 2ാം റൗണ്ടിൽ അദ്ദേഹം റഷ്യൻ താരത്തെ പരാജയപ്പെടുത്തുകയാണ്. റഷ്യൻ താരത്തെ പരാജയപ്പെടുത്തി അർജുൻ എരിഗേസി എന്ത് ചെയ്യാണ്? ആ റെക്കോർഡ് സ്വന്തമാക്കി എന്നുള്ളതാണ്. അപ്പോൾ അർജുൻ എരിഗേസി ഓർത്ത് വെച്ചോളുക. ഈ രണ്ട് കാര്യങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളും, ട്രംപേട്ടന്റെ തെരഞ്ഞെടുപ്പ്, 2024 നടന്ന ലോക ചെസ് ഒളിമ്പിയാഡ്, ഒപ്പം 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. വേദി ഓർത്ത് വെച്ചോളുക. ആരെ പരാജയപ്പെടുത്തി എന്ന് ഓർത്ത് വെച്ചോളുക. നമ്മള് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഡിങ് ലിറനെയാണ് പരാജയപ്പെടുത്തി. ലിറൻ ഏത് രാജ്യമാണ്? ചൈന സ്വദേശിയും കൂടിയാണ് അല്ലെ? ചൈനക്കാരനാണ്. രാജ്യം കൂടി എന്ത് ചെയ്യാവുന്ന ഓർത്ത് വെച്ചോളുക. ഓക്കെ. അപ്പോ ഇന്ന് ഞാനപ്പോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.